യോ, ഇതിന് ഒരുപാട് നാൾക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങളൊരു ഫ്രണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ അതിന്റെ ഉദ്ഘാടനമാണെന്ന് അവൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞാൻ റെഡിയായതിനു ശേഷം മാതുന്ന റെഡിയാക്കാൻ വേണ്ടി എടുത്തോട്ട് വന്നിട്ടുണ്ട്. ഫോണിലെ അവളെ തന്നെ നോക്കി ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ വണ്ടിയിൽ കയറിയ ഉടനെ എൻ്റെ മകൾ ഉറങ്ങാൻ തുടങ്ങും. അത് അവൾ അങ്ങനെയാണ്. പിന്നെ ബേബി കാരിയർ ഉള്ളത് കൊണ്ട് എനിക്ക് അവളെ സേഫാക്കി വെക്കാൻ പറ്റും. അതുള്ളത് കൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും ഇവള് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഭയങ്കര യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണത്. പിന്നെ 6:30 ഉദ്ഘാടനം എന്ന് അവൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ 6 മണി കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി ഗൈസ്. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ലേറ്റായി പോയി. ഇനി അവിടെ എത്തുമ്പോൾ അറിയാം ഉദ്ഘാടനം കഴിയുമോ ഇല്ലയോ എന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ നോക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വ്ലോഗ് എടുക്കുകയാണെന്ന്. അപ്പോൾ അവ എന്നോട് പറയുമായിരുന്നു, ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നീ വ്ലോഗ് എടുക്കുന്നത്, എന്നിട്ട് ഈടും 2 ദിവസം ഇടും പിന്നെ ഇടില്ല. അത് സത്യമാണ് ഗൈസ്. ഞാൻ 2 ദിവസം വീഡിയോ ഇടും പിന്നെ ഇടയില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഒക്കെ ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒന്നും നടന്നില്ല. ഇനി എന്തായാലും നോക്കാം. ഇനി ഞാൻ വലിയ ഇതൊന്നും പറയുന്നില്ല, വീരവാദങ്ങളൊന്നും മുഴക്കുന്നില്ല. നോക്കാം. അങ്ങനെ ഞങ്ങളവിടെ എത്താറായി. ഇത് വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണേ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചത് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഇല്ല ഗൈസ്, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലായിരുന്നു. 7 മണിയാവും ഞങ്ങളടുത്ത് അവ വന്ന് പറഞ്ഞു. പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ അൽഫുണ്ടി സൂരജാണ്. ഞങ്ങൾ അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് സൂരജ് വന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞു അവൻ്റെ ആഗ്രഹം പോലെ. അത് നമുക്കും ഭയങ്കര ഒരു സന്തോഷം. ഞങ്ങളൊരു ഫ്രണ്ട് ആണല്ലോ അവൻ. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അതവിടെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. അതുമാത്രമല്ല പിന്നെ മഴ പെയ്തു. കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പിന്നെ മ്യൂസിയത്തിൻ്റെ അവിടെ പോയി. മഴ തോരുന്ന ലക്ഷണമില്ല. അതും കുറച്ചൊന്ന് കറച്ചിൽ ബഹളമൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ അവനെ വിളിച്ച് പറഞ്ഞു പോവാണ്. പിന്നെ വേറെ ദിവസം വന്ന് ട്രൈ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ അതിനുശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര മഴയായിരുന്നു. അതുമാത്രമല്ല ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ചാർജ് ചെയ്തിട്ടെടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ തുടർച്ചയായിട്ട് നോക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.